എമ്പുരാൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പാർട്ട് 3 വീഡിയോയിലേക്ക് സ്വാഗതം. ഗോവർദ്ധന് കാർത്തിക് നൽകുന്ന ഫയലുകൾ, അതിലുള്ളത് KA നെക്സസ് നടത്തിയ മയക്കുമരുന്ന് വേട്ടകളെക്കുറിച്ചാണ്. നോർത്ത് ആഫ്രിക്കൻ ട്രേഡിനെ തകർത്തത് മുതൽ ആമസോണിലെ ഇല്ലീഗൽ ഗോൾഡ് മൈനിങ്ങിൽ ആധിപത്യം നേടുന്നതടക്കമുള്ള വാർത്തകൾ. ഇതിൽ അമിഡ്സ്റ്റ് ഇൻക്രീസ്ഡ് ട്രേഡ് ഇൻ മെത്താമെറ്റഫീൻ ഫ്രം ഗോൾഡൻ ട്രയാങ്കിൾ, അതോറിറ്റീസ് ടേൺ ടു ഖുറേഷി അബ്രാം നെക്സസ് എന്ന വാർത്തയിലെ ചിത്രമാണ് ഗോവർദ്ധൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും തുടർന്ന് ആ മോതിരം ശ്രദ്ധിക്കുന്നതും. ആ ന്യൂസ് ശ്രദ്ധിക്കുക. ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്നുള്ള മയക്കുമരുന്നിനെക്കുറിച്ചാണ് പറയുന്നത്. ലൂസിഫർ സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പങ്കുവച്ച കാര്യമാണ് ഗോൾഡൻ ട്രയാങ്കിളും ഗോൾഡൻ ക്രസൻറ്റും ലോകത്തെ ഡ്രഗ് മാർക്കറ്റിലുള്ള പങ്ക്. ഏറ്റവും വലിയ ഡ്രഗ് പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് നടക്കുന്ന ഗോൾഡൻ ട്രയാങ്കിളിനെ തകർക്കാൻ ഏജൻസികൾ KA നെക്സസായി ബന്ധം സ്ഥാപിച്ചു എന്നതാണ് വാർത്ത. ഇതെല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ ടോപ്പ് ലെവൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് എൻക്രിപ്റ്റഡ് ഡാറ്റ സ്റ്റോറേജിൽ നിന്ന് മുഴുവൻ ന്യൂസ് ആർട്ടിക്കിളിൻ്റെ സ്ക്രീൻഷോട്ടാണ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകനൊരു ഞെട്ടലുണ്ടാക്കുന്നതൊക്കെയാണ്. പക്ഷെ കാണിക്കുന്ന രീതി, അവിടെയാണ് പാളിപ്പോയത്. ഇതിപ്പോൾ ഒരു ഫോണിൻ്റെ ഗാലറിയിലെ സ്ക്രീൻഷോട്ട് ഫോൾഡർ പോലെയൊന്ന്. അതേസമയം ഇതേ ഡാറ്റ സർവീലിയൻസ് ലോഗ്, ഓപ്പറേഷൻ സമ്മറീസ്, അലയൻസ് എഗ്രിമെൻറ്റ്സ്, കിൽ ലിസ്റ്റ്, സ്പൈ ക്യാമറ ഫീഡ് അതുപോലെയൊക്കെ കാണിക്കാമായിരുന്നു. സ്നോഡൻ ഫയൽസ് ഒക്കെ ഒരു റെഫറൻസായി എടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തേനെ. മാപ്പ് ഓഫ് ടെററിസം ഓഫ് നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ കിട്ടുന്ന ഒരു ഫ്രീ PNG ഫയല് ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്ന ചിത്രമാണ് അതേപോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ ഗൂഗിളിൽ ഒരു ഇമേജ് സെർച്ച് നടത്തിയാൽ കിട്ടുന്ന ഏറ്റവും പോപ്പുലറായ ഫോട്ടോസൊക്കെ വെച്ച് പ്രേക്ഷകനെ പറ്റിച്ചു എന്നർത്ഥം. റിംഗ് ക്ലോസ് ഷോട്ട്. സ്റ്റീഫൻ എന്ന KAയുടെ മോതിരം ഒരിക്കലും സിക്കാഡെ ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. അതെപ്പോഴും പറന്നുയരാൻ ശ്രമിക്കുന്ന ഒരു പരുന്തായിരുന്നു. ഈ മോതിരം നേരെ തിരിച്ചു പിടിച്ച് നോക്കിയാൽ വേറെ പല രൂപവും തോന്നിയേക്കാം. അതിലൊന്നാണ് സിക്കാഡയായി തോന്നിയതല്ല, ഇൻ്റർനെറ്റ് ലോകം തോന്നിപ്പിച്ചതാണ്. IUF PKRന് അടുത്ത 5 വർഷത്തേക്കുള്ള ഫണ്ടിനായുള്ള 100 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് കെയ്മാനിലെ ബട്ടർഫീൽഡ് ബാങ്കിൽ നിന്നുമാണ്. ബട്ടർഫീൽഡ് ബാങ്ക് ഓഫ് ഷോർ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്ന വളരെ റെപ്യൂട്ടഡ് ആയ ഒരു സ്ഥാപനമാണ്. ടാക്സ് ഒഴിവാക്കുക, സ്വത്ത് മറച്ചു വയ്ക്കൽ, കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതൊരു നിയമപരമായി നടത്തിക്കൊണ്ടു പോകുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതെല്ലാം പൊതുവെ അറിയപ്പെടുന്നതാണെങ്കിലും അവരുടെ ലോഗോ എന്ന് ശ്രദ്ധിക്കുക. അതൊരു വൈവേൺ എന്നറിയപ്പെടുന്ന മിത്തിക്കൽ സീ ഡ്രാഗണാണ്. ഷെൻട്രയാഡ്സും റെഡ് ഡ്രാഗണുമായുള്ള ബന്ധം തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം ഗോവർദ്ധനെ തട്ടിക്കൊണ്ടു പോകുന്നത് കുറച്ച് ഓവറാണെങ്കിലും ഖുറേഷി അബ്രാമിനെ കാണാൻ വേണ്ടിയല്ലേ. പക്ഷേ ഡാനിയൽ റാവുത്തർ പറയുന്നൊരു ഡയലോഗുണ്ട്, പേടിക്കണ്ട, നിങ്ങൾ സേഫ് ആണെന്ന്. പക്ഷേ അവസാനം കൊണ്ടുപോയി ഓക്സിജൻ സിലിണ്ടർ വെച്ച് ശ്വാസമൊക്കെ നിലനിർത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരും ഡ്രൈ ഓക്സിജൻ കൊടുത്ത് ആരെയും കൊണ്ടുപോകാറില്ല. ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും പ്രഷർ ഗേജ് വഴി വെള്ളം നിറച്ച ഒരു ഹ്യൂമിഡിഫയർ ബോട്ടിലൂടെ നെയ്സൽ മാസ്ക് വഴി ഓക്സിജൻ കൊടുക്കുക. അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഡ്രൈ ആയി പോകും. കുറച്ച് നേരത്തേക്കൊക്കെ ഇങ്ങനെ കൊടുക്കാമെങ്കിലും കൂടുതൽ സമയത്തേക്ക് കൊടുക്കുന്നത് നല്ലൊരു കാര്യമല്ല. ഈ സീൻ സയൻറ്റിഫിക്കലി അത്രയും അക്യുറേറ്റ് അല്ല. ഖ്വാർക്കോഷ് ഇറാഖിലെ കബൂഗ KA കൂടിക്കാഴ്ച നടക്കുന്ന സീൻ, അവിടെ വെച്ചൊരു ഡ്രോൺ ഷോട്ട് വ്യൂ കാണിക്കുന്നുണ്ട്. ഇതിൽ UTC +2.0 എന്നത് കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈമാണ്. ഈ ഗ്ലോബൽ ടൈം സ്റ്റാൻഡേർഡിൽ ഇന്ത്യ വരുന്നത് UTC +5.30 അതായത് UTCയിൽ നിന്നും 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സമയം എന്നർത്ഥം. ഇറാഖിലെ സമയം സത്യത്തിൽ UTC +3.0 ഇതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. സിനിമയിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ വീണ്ടും 1 മണിക്കൂർ വ്യത്യാസത്തിലായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. ന്യൂ പോയിന്റ് TGT എന്ന് കാണിച്ചിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത്. അത് ടാർഗറ്റിൻ്റെ ന്യൂ പോയിന്റ് അഥവാ ടാർഗറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനാണ്. താഴെ കാണിച്ചിരിക്കുന്നത് 209701N എന്നും 823134W എന്നുമാണ്. ഇത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണെന്ന് അനുമാനിച്ചാൽ 209701N എന്നത് 20 ഡിഗ്രി 97 മിനിറ്റ് 01 സെക്കൻഡാണ് ആവേണ്ടത്. പക്ഷേ ഈ 97 മിനിറ്റ് എന്നൊരു സംഭവമില്ല. 0 മുതൽ 60 മിനിറ്റ് വരെ പോകും. 61 മിനിറ്റ് ആയാൽ അതിനെ 1 ഡിഗ്രി 1 മിനിറ്റ് എന്നാണ് എഴുതുക. ഇവിടെ 20 ഡിഗ്രി 97 മിനിറ്റ് 01 സെക്കൻഡ് എന്നത് തെറ്റായൊരു വാല്യൂ ആണ്. പ്രിയദർശിനി സമ്മേളനത്തിന് പോകുന്ന കാര്യം മുന്ന ബാബ ബൽദേവിനോട് പറയുന്ന സീനിൽ ബൽദേവ് ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരുന്ന ന്യൂസ്, അത് നെടുമ്പള്ളി ചെക്ക് ഡാമിനെതിരെ അന്ന് നടക്കാൻ പോകുന്ന സമ്മേളനത്തെക്കുറിച്ച് തന്നെയായിരുന്നു. സിമിലർ വിഷ്വൽ തൊട്ടു മുമ്പ് മീഡിയ കാണിച്ചതാണ്. ബോറിസിന് വരുന്ന മെസ്സേജും തുടർന്ന് നടക്കുന്ന ക്രിപ്റ്റിക് ചാറ്റും ആ കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ചാനൽ സിഗ്നൽ കാണിക്കുന്നുണ്ട്. അത് 12.8 GHz, 6.8 GHz, 5.6 GHz എന്നിങ്ങനെ മാറുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇത് FHSS അഥവാ ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന മെത്തേഡാണ്. സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരുന്നാൽ ഡിറ്റക്റ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മാത്രമല്ല GHz ബാൻഡ് ഉപയോഗിക്കുന്നത് മിലിറ്ററി ഗ്രേഡ് സാറ്റലൈറ്റ് ലിങ്കുകൾക്കാണ്.
അതായത് വളരെ സെക്യൂറായ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് ബോറിസ് ഒലിവർ നടത്തുന്നത്. ബോറിസ് ദി സിക്കാഡ ഹിംസെൽഫ് എന്ന് ചോദിക്കുമ്പോൾ വരുന്ന മറുപടി നോട്ട് ഷുവർ, വിത്ത് ഹിം യു ക്യാൻ നെവർ ബി ഷുവർ എന്നാണ്. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ ആരായാലും അയാൾക്ക് ഫോറൻസിക് വിവരങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും കിട്ടിയ ഇൻ്റലിജൻസിൽ തന്നെ ടോപ്പ് റാങ്കിലുള്ള ആരോ ആണ്. അബ്രാമിനെ സിക്കാഡ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മറ്റ് പല ജീവികളും നാട്ടിലും കാട്ടിലും ഉണ്ടായിട്ട് എന്തുകൊണ്ട് സിക്കാഡ അഥവാ ചീവീട്? ചീവീടുകളുടെ ബയോളജിക്കൽ നേച്ചർ ശ്രദ്ധിച്ചാൽ 13 മുതൽ 17 വർഷങ്ങൾ വരെ മണ്ണിനടിയിൽ ഡോർമൻ്റ് അഥവാ നിഷ്ക്രിയമായി കിടക്കുകയും പെട്ടെന്ന് ഒരു നിമിഷം വളരെ പവർഫുള്ളായി പുറത്തു വരികയും ചെയ്യുന്ന ജീവിയാണ്. അതായത് ലോങ് ഡോർമൻ്റ് പീരീഡുള്ള സിക്കാഡ പ്രതിനിധീകരിക്കുന്നത് റീബർത്ത് അഥവാ പുനർജന്മത്തെയും ഇമ്മോർട്ടാലിറ്റി അഥവാ മരണമില്ലാത്തതിനെയുമാണ്. വർഷങ്ങളായി മണ്ണിൽ കഴിയുന്ന ചീവീട് പുറത്തു വന്നാൽ ചെയ്യുന്നത് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുകയും ചത്തുപോവുകയുമാണ്. അതായത് ജീവിതത്തിൽ പ്രധാനമായി ഒന്ന് ചെയ്യുക, ശേഷം ആ ജീവിതം അവസാനിപ്പിക്കുക. സ്റ്റീഫൻ്റെ ആദ്യ ലക്ഷ്യം ജതിൻ രാംദാസിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും കേരള ഭരണം സുരക്ഷിതമാക്കുക എന്നതുമായിരുന്നു. ശേഷം ആരും സ്റ്റീഫനെ കണ്ടിട്ടില്ല. അബ്രാമിൻ്റെ വലിയൊരു നീക്കം കബൂക കാർട്ടലിനെ എന്നേക്കുമായി തകർക്കുക എന്നതായിരുന്നു. ആ ലക്ഷ്യം നിറവേറ്റി വീണ്ടും ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. സോ സിക്കാഡ എന്ന പ്രയോഗത്തോളം ചേരുന്ന മറ്റൊന്നില്ല. സിക്കാഡ 3301 എന്ന വിഷയം ഇവിടെ സംസാരിക്കുന്നേയില്ല, കാരണം അതിനിവിടെ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോറസ്റ്റ് ഫൈറ്റ് സീൻ, തീ കൊണ്ടുള്ള കൊമ്പുകൾ, ദൈവത്തിനും ചെകുത്താനും അപ്പുറം ഒരു മിസ്റ്റിക് ആൻറ്റി ഹീറോ ആയി കാണിച്ചിരിക്കുന്നു. കൊമ്പുകൾ മരത്തിൽ തീപിടിച്ചിൽ നിന്നും ഉണ്ടായതാണ് എന്നതുകൂടി കൂട്ടി വായിച്ചാൽ തകർച്ചയിൽ നിന്നും കിരീടം എടുത്തണിഞ്ഞ് ഒരു റിഫോർമേഷൻ അഥവാ പുനർനിർമ്മാണത്തിന് തയ്യാറാവുന്ന ഡെവിൾ. രാംദാസ് സാറിൻ്റെ മേശപ്പുറത്ത് പ്രിയദർശിനിക്കായി കാത്തിരുന്ന ഫയലുകൾ ഗോവർദ്ധൻ്റെ കണ്ടെത്തലുകൾ അടങ്ങുന്നതാണ്. ഗോവർദ്ധൻ്റെ എക്സ് ഫയൽസ് ആണത്. ഇതേ കെട്ടുകളുള്ള ഇതേ രൂപത്തിലുള്ള ഫയലുകൾ ഇതിനു മുമ്പ് ലൂസിഫറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു അനാലിസിസ് പാർട്ടാണ്. സിനിമയെക്കുറിച്ച് നെഗറ്റീവ്സ് തോന്നാനുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടറിനെ സൈഡ് ലൈൻ ചെയ്തത്. ലൂസിഫറിൽ സ്റ്റീഫൻ്റെ ഓരോ നോട്ടത്തിനും പ്രവൃത്തികൾക്കും ഡീപ്പ് മീനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചൊരു കഥാപാത്രത്തെ ഖുറേഷി അബ്രാം എന്ന ക്യാരക്ടറിനെ കാണിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. അതിനാക്കം കൂട്ടാൻ എൽ സിംബോളിസം കൊണ്ട് ഓരോ അരമണിക്കൂറും സ്ക്രീൻ നിറച്ചത് ഉള്ളത് പറഞ്ഞാൽ അനാവശ്യമായിരുന്നു. ഖുറേഷിയുടെ ഓറ നിലനിർത്താൻ സ്ക്രീൻ ടൈം കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാലോ ഈസിലി പ്രഡിക്റ്റബിൾ ആയിരുന്ന കഥാസന്ദർഭങ്ങളും വീക്കായ ഡയലോഗുകളും. പ്രൊഡക്ഷൻ ഡിസൈനിൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ ഫോറിൻ ലൊക്കേഷൻസ് കാണിച്ചപ്പോൾ കഥയിലുള്ള പ്രാധാന്യം മനഃപൂർവ്വം മറന്നു. സ്റ്റീഫനോ ഖുറേഷിക്കോ തുല്യനായ ഒരു എതിലാടി ആയിരുന്നില്ല ബൽരാജ്. പ്രേക്ഷകനത് തിരിച്ചറിഞ്ഞിട്ടും അനാവശ്യമായി അവിടെ ഇവിടെയും ബിൽഡപ്പ് കൊടുത്ത് നിലവാര തകർച്ചയിലേക്ക്. കമ്മ്യൂണലിസവും സെക്യുലറിസവും തമ്മിൽ ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആക്കിയ പൊളിറ്റിക്കൽ സ്റ്റോറി ലൈൻ. ലൂസിഫറിൽ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ എമ്പുരാനിൽ ഒരിടത്തും കാണാൻ കഴിയില്ല. കേരള രാഷ്ട്രീയവും ഇൻ്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റിനെയും ഒക്കെ കൂട്ടിയിണക്കിയപ്പോൾ ചിതറിപ്പോയ നരേഷനായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ. അതും 3 മണിക്കൂർ. സെനഗലിൽ നിന്ന് നീങ്ങുന്ന ഡ്രഗ് ട്രക്കുകളെ പിടിക്കാൻ വേണ്ടി ഗിനിയിൽ കാത്തുനിന്ന പട്ടാളക്കാർ. അവരിൽ നിന്ന് തന്ത്രത്തിൽ ഒഴിഞ്ഞു മാറിയ ട്രക്കുകളെ KA ടീം തകർക്കുന്നു. എന്നിട്ട് ഫ്രാൻസിൽ കിടക്കുന്ന കബൂകയെ വിളിച്ച് വാണിംഗ് കൊടുക്കുന്നു. സർഗിയുടെ തല ലണ്ടനിൽ കൊണ്ടുപോയി ഇടുന്നു. ലോകം മുഴുവൻ കറക്കി ഗോവർദ്ധനെ അമേരിക്കയിൽ കൊണ്ടുപോയി ഇറക്കി സ്റ്റീഫനെ കാണിക്കുന്നു. ഇറാഖിൽ വെച്ച് കബൂകയെ കൊല്ലുന്നു. പരിക്കേറ്റ മിഷേലിനെ തുർക്കിയിലേക്ക് മാറ്റുന്നു. ഫ്ലാഷ് ബാക്ക് സീനിൽ സയ്യേദിനെ അഫ്ഗാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുന്നു. യമനിൽ വെച്ച് സയ്യേദ് കുട്ടികളെ രക്ഷിക്കുന്നു. ഇതിനിടയിൽ ഇന്ത്യ നിറഞ്ഞു നിൽക്കുന്നു. അവസാനം ചൈന കൂടി കാണിച്ച സിനിമ തീരുന്നു. അങ്ങേക്കായി കാണിച്ച ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒക്കെ പരതിയാൽ മൊത്തം ഒരു 10-20 രാജ്യങ്ങളും കൂടി ഇനിയും കൂട്ടിച്ചേർക്കാം. എന്തൊക്കെയാണെങ്കിലും 3-ാം ഭാഗം ആദ്യ ദിവസം തന്നെ ഞാൻ തിയേറ്ററിൽ കാണും. ഈ വീഡിയോ അവസാനിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോകളിലായി ഇത്രയും ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് എക്സ്പ്ലനേഷനാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനി ഒരിക്കൽ എമ്പുരാൻ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആസ്വാദനം മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എമ്പുരാനിൽ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്, കമൻ്റ് ഇടുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.